വളരെ സാധാരണക്കാരനായ പച്ചമണ്ണിൽ കാല് ചവിട്ടി നിൽക്കുന്ന കർഷകനായി മമ്മൂട്ടി എന്ന മഹാനടൻ തന്റെ അഭിനയസിദ്ധിയുടെ എല്ലാ ശേഷികളും ഉപയോഗിച്ച് ഭാവപ്രവേശം ചെയ്യുന്ന കാഴ്ച കാണുന്നത് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കർത്താവേ, ഞങ്ങളുടെ ചേനങ്കിരി അമ്മച്ചിക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ. ബോർഡിംഗിൽ ചേർക്കും. ആ ഗണത്തിൽ മുൻപന്തിയിലാണ് മലയാള സിനിമയിലെ സ്വകാര്യ അഹങ്കാരമായ സംവിധായകൻ ബ്ലസ്സിയുടെ പളുങ്കിലെ മോനിച്ചൻ. മലയോര ഗ്രാമത്തിലെ കാർഷിക ലോണും ജീവിത പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന കർഷകരിലൊരുവൻ. ചെറുപ്പം മുതലുള്ള ശീലങ്ങളല്ലേ. അതിരാവിലെ കിഴക്ക് വെള്ള കീറുന്നതിന് മുമ്പ് എണീറ്റ് റബ്ബർ വെട്ടി അയൽക്കാരോട് കുശലം പറഞ്ഞ് ഭാര്യയുടെയും 2 മക്കളുടെയും കൂടെ എല്ലാ ഇല്ലായ്മകളിലും ഒരു പരിഭവവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നവൻ. അയാളുടെ ലോകം ആ കുടുംബമാണ്, ആ മണ്ണാണ്. ഭാര്യയെ വളരെ നിഷ്കളങ്കമായി പ്രണയിക്കുന്ന, മക്കളോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുന്ന മോനിച്ചന് അവരുടെ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും അപ്പുറം വേറൊരു പരിഗണനയുമില്ല. കോട്ടും സൂട്ടിട്ട ആളുകളെ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷെ എനിക്ക് പേടിയാ. ഔത്തങ്ങൾ വാതുറന്ന് വല്ലതും പറഞ്ഞ ഇംഗ്ലീഷ് അല്ലയോ, കൊല്ലാനാണോ വളർത്താനാണോ എന്ന് എങ്ങനെ അറിയുന്നേ? നീ പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേർക്ക് ആ ഗതി വരല്ലേ. ആ നാട്ടിൽ എല്ലാവരും പരസ്പരം അറിയും. അവരെല്ലാവരും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് മോനിച്ചൻ. മക്കളുടെ നല്ല വിദ്യാഭ്യാസം പെട്ടെന്നൊരു ദിവസം ആ കുടുംബത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി വരുന്നു. അവിടെ ആങ്ങളമാരെ അനിയത്തിമാരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്നാ അല്ലൂടി. ഇന്നതായാലും നമ്മളെ പോലെ ആവരുത്, പിള്ളേരെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാം. തങ്ങളുടെ അവസ്ഥ മക്കൾക്ക് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന സുസമയ മോനിച്ചന് അവരെ പട്ടണത്തിൽ വിറ്റ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാല് വെച്ച് വേണം ആദ്യം കയറാൻ. ഇതാ ദിവസവും 8-10 കിലോമീറ്റർ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും മോനിച്ചൻ തന്നെയാണ്. ആ യാത്രക്കിടയിൽ പരസ്പരം സംസാരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും അവരവരുടെ ആ സമയം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നെ ഇതുപോലെ തോളത്തെത്തിയാ അപ്പൊ സ്കൂളിൽ കൊണ്ടുവരുന്നേ. ആ സ്കൂളാണെങ്കിൽ അങ്ങ് ദൂരെയാ. വഴി വെച്ച് തിന്നാനായിട്ട് അമ്മച്ചി കൊഴുക്കട്ടയും പലാരവും ഒക്കെ തന്നു വിടുമായിരുന്നു. മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള സിറ്റിയിലെ പകൽ കറക്കമാണ് മോനിച്ചന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അയാൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നതും കവിതകൾ വായിക്കുന്നതുമെല്ലാം ആ സമയത്താണ്. സാറ് പറഞ്ഞിരിക്കുന്ന ഈ മലയാളം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നാ. നീ നോക്കിക്കോ, ഇംഗ്ലീഷ് ഞാൻ നല്ല മണി പോലെ തട്ടി വിടും. ഇതെല്ലാം നല്ല മാറ്റങ്ങളാണെങ്കിലും ഒരു ലോട്ടറിയുടെ രൂപത്തിൽ മോനിച്ചന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സോമൻ പിള്ള അയാളുടെ ജീവിതത്തിൽ കുറച്ച് തെറ്റായിട്ടുള്ള ശീലങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നനച്ചിരിക്കാത്ത സമയത്ത് നടക്കുന്ന ഒരു ആക്സിഡന്റ് സിറ്റിയുടെ കപട ലോകത്തേക്കുള്ള കാൽവയ്പായി മാറുന്നുണ്ട് മോനിച്ചന്. എത്ര ദിവസമായി ഇച്ചിരി പഴങ്കഞ്ഞു കുടിച്ചിട്ട്. ഞാനും അത് തന്നെ ഓർക്കുമായിരുന്നു. എത്ര നാളത്തെ ശീലങ്ങളെ 2 ദിവസം കൊണ്ട് മാറിയെന്ന്. കൂടുതൽ സൗകര്യത്തിനു വേണ്ടി ഗ്രാമത്തിലെ സ്വർഗം പോലെയുള്ള ആ കൊച്ചു വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ജീവിതം പറിച്ചു നടുമ്പോൾ മോനിച്ചന്റെയും കുടുംബത്തിന്റെയും ജീവിതം അന്നു മുതൽ തലകീഴായി മറിയുകയാണ്. എവിടുന്ന് പഠിച്ചിത്ര പെട്ടെന്ന് കള്ളം പറയാനൊക്കെ? സിറ്റി പൊറുതിക്കിറങ്ങിയതല്ലയോ, ഇല്ലാതെ പറ്റൂ. ടിവിയും ഫ്രിഡ്ജും നഗരത്തിന്റെ കോലാഹലങ്ങളും ആ കുടുംബത്തിന്റെ ഉള്ളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ട്. സോമൻ പിള്ളയുടെ കൂടെ പുതിയ ശീലങ്ങളിലേക്കും അയാൾക്ക് പോലും സ്വയം അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റുകളിലേക്കും ചെന്ന് വീഴുന്നുണ്ട് മോനിച്ചൻ. ആണുങ്ങളായ വല്ലപ്പോഴും 2 എണ്ണം അടിച്ചെന്നൊക്കെ വരും. അല്ലാതെ പെണ്ണുങ്ങൾ പറയുന്നിടത്ത് വാലുവാട്ടി നടന്ന ഈ ചന്തേന്ന് പൈസ ഉണ്ടാക്കാൻ ഇത്തിരി പാടാ. പണം പലിശയ്ക്ക് കൊടുക്കും. ആ പണം തിരിച്ചു പിടിക്കാനായി കാണിക്കുന്ന അക്രമങ്ങളുമെല്ലാം നാട്ടുമ്പുറത്തുകാരനായ നിഷ്കളങ്കനായ മോനിച്ചനെ മറ്റൊരു മുഖത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. മുതൽ ഞാൻ തരുമ്പോ അമ്മന്റെ വർത്തമാനം എങ്ങനെ ആയിരുന്നില്ലല്ലോ. ഏത് കിടുമ്പോ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അതെ, തൂക്കിയേക്കട്ടെ. ഒരു 5-6 കിലോ വരുമോ? വേണ്ട സാറേ, ഞാനത് പറഞ്ഞു വെച്ചേക്കുവാ. വെറുതെ കച്ചവടം നടക്കട്ടെ, ഞാനങ്ങ് പോയേക്കാം. തെറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്തു കൂട്ടുമ്പോൾ സ്വന്തം ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ കഴിയാതെ കണ്ണടച്ച് സുഖമായി ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരെ വീണു പോകുന്നുണ്ട് മോനിച്ചൻ. നമുക്ക് നാട്ടിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഊണും ഉറക്കമൊന്നും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുക എന്റെ ചാച്ചൻ. ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, മക്കളെ സുഹൃത്തുക്കളെ പോലെ സ്നേഹിച്ചിരുന്ന മോനിച്ചന് അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും സാധിക്കുന്നില്ല. ഇനിയിപ്പം തുണിയൊക്കെ പളവളാന്ന് ഞലക്കി വരും. ഒരു രാത്രി, ഒരൊറ്റ രാത്രി, അയാളുടെ പ്രിയപ്പെട്ട മകളെ കാണാതായ ആ രാത്രി അയാളുടെ ഉള്ളിൽ അന്ന് വരെ കെട്ടിക്കിടന്ന കുറ്റബോധങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം ഒരണക്കെട്ട് തുറന്നു വിടുന്ന പോലെ പുറത്തേക്ക് തുറന്നു വിടുന്നുണ്ട്. സ്വന്തം പിള്ളേരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇനി വല്ല ചെക്കന്മാരുടെ കൂടെ കറങ്ങാനോ മറ്റോ. ദൈവദോഷം പറയില്ല എന്റെ ചേട്ടാ, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞാവള്. മകളെ കാണാതാവുമ്പോഴുള്ള വെപ്രാളം, ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ച തന്റെ പ്രിയപ്പെട്ട മകളുടെ ശരീരം കാണുമ്പോൾ ആകാശം മുട്ടുന്ന ഒരു കരച്ചിലായി പുറത്തു വരുന്നുണ്ട്. നടു റോട്ടിൽ അലറിക്കരഞ്ഞുകൊണ്ട് മഴ നനഞ്ഞു നിൽക്കുന്ന മോനിച്ചൻ
മറ്റാരേക്കാളും കൂടുതൽ തന്റെ ഈ അവസ്ഥയ്ക്ക് സ്വയം പഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും പറ്റിയില്ലല്ലോ. അയാളുടെ കുറ്റബോധവും ദുഃഖങ്ങളും ആ മഴയത്ത് ഒലിച്ചിറങ്ങി ആ സിറ്റി മുഴുവൻ പടരുന്നത് നമുക്ക് കാണാം. അയ്യോ